എന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, ഈ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. വിവാഹ ജീവിതത്തിൽ ഏതൊരു ഘട്ടത്തിലാണ് അവർ തമ്മിലുള്ള അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ഏതൊരു ഘട്ടത്തിലാണ് സ്നേഹം കൂടുതലും കാണുന്നത്? ഓക്കെ, വളരെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇത് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് ഈ ഒരു മാനസിക ആരോഗ്യ പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എനിക്കും ഈ കാര്യത്തിൽ ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു. കാരണം നമ്മുടെ ഇടയ്ക്ക് വരുന്ന കേസസ് നമ്മൾ കാണുമ്പോഴത്തേക്കും ഈ കല്യാണം കഴിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങളുമായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഓർക്കുന്നത്, ഇവർ കുറച്ച് നാൾ കൂടിയൊക്കെ ജീവിച്ച് വരുമ്പോഴല്ലേ പ്രശ്നങ്ങൾ വരാനായിട്ട് ചാൻസ് ഉള്ളൂ. ഈ ഒരു വിതിൻ 1 വീക്ക് ആൻഡ് വിതിൻ 2 വീക്സ് ഒക്കെ എങ്ങനെയാ ഒരു പ്രശ്നം വന്നത്? അത് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്നു. ഇപ്പോൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഓഫ് ഇങ്ങനെയുള്ള മാരിറ്റൽ പ്രോബ്ലംസിനെ കൈകാര്യം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, മേ ബി ചിലപ്പോൾ വിവാഹത്തിൻ്റെ അന്ന് മുതൽ ഇവർ തമ്മിൽ ജീവിതത്തിൽ ഒരാൾ വേർപിരിയുന്ന വരെയുള്ള സമയങ്ങളിലും ഈ കോൺഫ്ലിക്റ്റുകൾ നടക്കാം. പക്ഷേ എങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഇപ്പോൾ കൂടുതലും കാണുന്നത് ഒരു ആഫ്റ്റർ 1 ഇയറിന് ശേഷമാണ്. കാരണം ആ ഒരു സമയത്താണ് റിയാലിറ്റിയെ രണ്ടുപേരും ഫേസ് ചെയ്യാനായിട്ട് വരുന്നത്. നമുക്കറിയാം, വിവാഹത്തിന് ശേഷം നമ്മൾ ഓരോ സ്റ്റേജസ് ആയിട്ടാണ് ഇതിനെ ഞങ്ങൾ സയൻറ്റിഫിക്കലി തരംതിരിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതലായിട്ട് ഇവരുടെ പേഴ്സണാലിറ്റിയെ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അടുപ്പത്തേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ആദ്യ കാലഘട്ടം എന്നൊക്കെ പറയുന്ന ഒരു ഹണിമൂൺ ഫേസാണ്. ഈ ഹണിമൂൺ ഫേസിൽ നിന്നാണ് പിന്നീട് ഒരു റിയാലിറ്റി ഫേസിലേക്കൊക്കെ കടന്നു പോകുന്നത്. ഇപ്പോൾ ഹണിമൂൺ ഫേസിൽ പലപ്പോഴും ഓഫർ ഫേസിങ് ആണത്. അതായത് ഓഫറുകളാണ്. രണ്ടുപേരും തമ്മിൽ പല കാര്യങ്ങളും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പറയുന്നു. അതിൻ്റെ നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മാക്സിമം ലെവൽ ഓഫ് എക്സ്പ്രഷൻ ഓഫ് ലവ് ഒക്കെ വരുന്നൊരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഒരു നോവൽ, അതായത് പുതിയ കാര്യങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്ന ഒരിതാണ്. അപ്പോൾ അവിടെ കൂടുതലായിട്ടും നമുക്ക് ന്യൂറോബയോളജിക്കലായിട്ടാണെങ്കിലും ഫിസിയോളജിക്കലായിട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ ഒത്തിരിയേറെ സ്ട്രെസ് മാനേജ്മെൻറ്റുകളും അല്ലെങ്കിൽ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു ഹാപ്പി മൊമെൻറ്റ്സിനൊക്കെ ശേഷം കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു സെൻസേഷൻ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് അവരുടെ റിയൽ ലൈഫിലേക്ക്, ഒരു ഹാബിച്വൽ ലൈഫിലേക്ക് വരികയാണ്. ആ ഒരു സമയത്ത് ഈ 2 പേരിലും അവർ എക്സ്പെക്റ്റ് ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. ഇതല്ലായിരുന്നല്ലോ. അപ്പോൾ അതായത് ആ സെക്കൻഡ് ഫേസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പല കമ്പാരിസൺസും അവർക്കുണ്ടാവുകയാണ്. അത് മേ ബി ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയേക്കുന്ന ചില തോട്ട് പ്രൊവോക്കിംഗ് കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി കിട്ടിയിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അവിടെ ഇവർ രണ്ടാമത്തെ ഒരു ഫേസിലേക്ക് കടക്കുമ്പോഴത്തേക്കും പല കാര്യങ്ങൾക്കും കമ്പയർ ചെയ്യുന്നു. അങ്ങനെ അല്ലായിരുന്നല്ലോ, ഇങ്ങനെ അല്ലല്ലോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിൽ ഒരാൾ തന്നിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ മറ്റൊരു വ്യക്തിക്ക്, കൂടെയുള്ളൊരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് ഡിസാറ്റിസ്ഫാക്ഷനാണ്. ഓക്കെ, അപ്പോൾ എന്നെ അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാണുന്നില്ല. അത് അയാളിൽ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉണ്ടാക്കുന്നുണ്ട്. ഈ ആങ്സൈറ്റി റിലേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണമായിട്ട് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ പലതരത്തിലും ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ചിലപ്പോൾ കുത്തുവാക്കുകളായിട്ടായിരിക്കാം. അതായത് നീ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ സ്നേഹിക്കുന്നത്? നീ എന്നെ പറഞ്ഞ് പറ്റിച്ചല്ലോ, ഞാൻ എന്തിനാ പിന്നെ ജീവിക്കുന്നത്? നീ എത്ര കാലം ഞാൻ ജീവിക്കണം? അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല ആലോചനകളൊക്കെ എനിക്ക് വന്നതായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇതിലും നല്ല കാര്യങ്ങളിലൂടെ അല്ലെ ജീവിതത്തിൽ പോകാൻ പറ്റാത്തത് കൊണ്ടല്ല. സോ ഇതുപോലെയുള്ള ഉള്ളിലുള്ള ചില ആങ്ഷ്യസ് ഭാവങ്ങൾ വാക്കുകളിലും പെരുമാറ്റങ്ങളിലും വരുന്നു. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അടുത്തയാൾക്ക് ഇത് ശരിക്കും പ്രകടമായി തോന്നുന്നു. അല്ലെങ്കിൽ അവിടെയാണ് കുടുംബത്തിലെ മൂന്നാമതൊരാൾ കയറി വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറയും ഇല്ലോസ് വരുന്നു, അല്ലെങ്കിൽ മറ്റു കുടുംബത്തിലെ അംഗങ്ങൾ വരുന്നു.
അവരെന്തുവാണ് ചെയ്യുന്നത്? അവര് ആരുടെ അവിടെയാണ് ഒരു നമ്മൾ പറയുന്ന ഒരു ബയാസ്ഡ് ആയിട്ടുള്ള പ്രതിഭാസത്തിലേക്ക്, ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷം പിടിക്കൽ. അപ്പോൾ ആരാണോ സ്വന്തം വീട്ടിലുള്ളത് അവരുടെ പക്ഷം പിടിച്ചുകൊണ്ട് മറ്റൊരാളെ ചീത്തയാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഘടകങ്ങൾ എടുത്തിടുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറയും ഒരു ജലസ് ഭാവം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ചില റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയും അമ്മയ്ക്ക് കൂടുതലും മകനോടൊരു സ്നേഹമുണ്ട്, അപ്പന് കൂടുതലും മകളോടൊരു സ്നേഹമുണ്ട്. അതിന് സൈക്കോളജിയിലെ ടേംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒഡിപ്പസ് കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സ്നേഹിച്ചു കൊണ്ടിരുന്ന ഈ മകനെ അല്ലെ മകളെ വേറൊരാൾ കൂടുതലായിട്ട് സ്നേഹിക്കുമ്പോൾ എന്നിൽ നിന്ന് അവർ വിട്ടുപോകുമോ? ഇത് പറഞ്ഞപ്പോഴാണ് സിസ്റ്ററെ, നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്നൊരു, അതായത് അന്യദേശങ്ങളിൽ പലയിടത്തും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വേറൊരു വീടെടുത്ത് താമസിക്കുക, ഒറ്റയ്ക്ക് താമസിക്കുക, അവരുടേതായ ഒരു സ്പേസിലേക്ക് പോവുക, മാതാപിതാക്കളെ ഇടയ്ക്ക് വന്ന് കാണുക, ആ ഒരു രീതി പല നാടുകളിലും കണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മളാണ് കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം മൂല്യം കൊടുക്കുന്ന നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാതാപിതാക്കളോടൊപ്പം അവരെയും സംരക്ഷിച്ച് ജീവിച്ചു വരുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ്? മറ്റേതാണോ നല്ല ശരി, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട ഒരു സ്പേസ് കുറച്ചു കാലെങ്കിലും കൊടുക്കണോ? ഏതാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്? ഈ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവർ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച് കഴിയുന്നവർ ഓർക്കേണ്ട കാര്യം, അവർ പല റോളുകളിൽ അഭിനയിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ പല റോളുകൾ അവരുടെ ജീവിതത്തിലുണ്ട്. മകൾ എന്നൊരു റോൾ ഉണ്ടാവാം, സഹോദരി എന്നൊരു റോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഭാര്യ എന്നൊരു റോളുണ്ട്, മരുമകൾ എന്നൊരു റോളുണ്ട്, അമ്മ എന്നൊരു റോളുണ്ട്. അങ്ങനെ പല മൾട്ടിപ്പിൾ റോളിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കാനുണ്ട്. അപ്പം അവിടെ ഒരിക്കലും ഒരു കാര്യത്തിലേക്ക് മാത്രം അല്ലെങ്കിൽ അത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് പോകാനും പറ്റില്ല. ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിലെ മറ്റു പല സംസ്കാരങ്ങളിലൊക്കെ കാണുന്നുണ്ട് വിവാഹത്തിന് ശേഷം അവർ മാത്രമായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴും ഈ മാരിറ്റൽ കോൺഫ്ലിക്റ്റുകൾ കുറച്ചെങ്കിലും കുറവ് നിൽക്കുന്നത് അങ്ങനെ അവർ മാത്രമായിട്ട് ജീവിക്കുമ്പോഴാണ്. കാരണം അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. എൻ്റെ ജീവിതമാണ്, ഞങ്ങളുടെ ജീവിതമാണ്, ഇത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർക്കേണ്ടതാണ്. പിന്നെ ഇവർ തമ്മിലുള്ള നമ്മൾ പറയുന്ന ഒരു ഇമോഷണൽ ലോക്കിംഗ് ഉണ്ട്. അപ്പം ഈ ഇമോഷണൽ ലോക്കിങ്ങും ഒരു പ്രോബ്ലമൊക്കെ ഉണ്ടായി എങ്കിൽ പോലും ചില സിറ്റുവേഷനിൽ ആ ഇമോഷണൽ ലോക്കിംഗ് കുറച്ചുകൂടി സ്ട്രെങ്തൺ ആകുന്നുണ്ട്. അപ്പോൾ വേറെ ഒരുമിച്ച് അവർ മാത്രമായിട്ട് താമസിക്കുമ്പോൾ. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമായിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ ഒരു കുടുംബ പശ്ചാത്തലമോ അല്ലെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരുടെ സ്നേഹവും പരിഗണനയും ആഗ്രഹിക്കുന്നവരൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് പോവരുത്. അവരോടെല്ലാം ഒരു കണക്ഷൻ ഇട്ടുകൊണ്ട് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ജീവിക്കുമ്പോൾ അവിടെ കുറച്ചുകൂടിയൊക്കെ അവർക്ക് മനസ്സിലാക്കാനും അടുത്തറിയാനും അത് മാനസികമായിട്ട് അവരെ കൂടുതൽ ഒന്നിപ്പിക്കാനുമായിട്ട് സാധ്യതകൾ നമ്മളിപ്പോൾ കേസസ് എടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണ്, അതായത് സ്ത്രീയെ വിവാഹം കഴിച്ച് പുരുഷൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു 20 വർഷമോ അല്ലെങ്കിൽ 22 വർഷമോ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ 25 വർഷമോ ജീവിച്ചിരുന്ന ആ ഒരു സാഹചര്യവും ചിലപ്പോൾ സ്വന്തം വീട്ടിൽ കിടന്നാൽ ഉറക്കം വരുള്ളൂ എന്നുള്ള ആളുകൾ പോലും വിവാഹം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു രീതി തന്നെ മാറ്റേണ്ട ഒരു സമയമായില്ലേ എന്നുള്ളതുകൊണ്ട്. ഇതൊരു കോൺട്രോവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും ചിന്താഗതിയുമാണ്. കാരണം ശരിയാണ്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലെങ്കിൽ അവൾ ഇടപെട്ട ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞ് വേറൊരു വീട്ടിലേക്ക്, വേറൊരു കൾച്ചറിലേക്ക്, വേറൊരു സാഹചര്യത്തിലേക്കൊക്കെ പറിച്ചു നടപ്പെടേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ എൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു വശം നോക്കുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ചില കെട്ടുപാടുകളിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റം വരുത്തി ഒരു അഡാപ്റ്റേഷൻ വരുത്താനായിട്ട് സാധിക്കുന്നത് സ്ത്രീക്കായതുകൊണ്ടാവാം ഇങ്ങനെ പരമ്പരാഗതമായിട്ട് അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ
അടുത്തിടയ്ക്കൊരു ന്യൂജൻ, അതായത് ജെൻസിയുമായിട്ടുള്ള ഇതേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആൻഡ് മാരിറ്റൽ ലൈഫ് ആൻഡ് ആഫ്റ്റർ മാരിറ്റൽ ലൈഫ് എന്നൊക്കെയുള്ള ചില കാര്യങ്ങളുമായിട്ടൊക്കെ ഒരു ഡിസ്കഷൻ സംഘടിപ്പിച്ചിരുന്നു. ആ ഒരു ഡിസ്കഷനിൽ അവർ പറയുന്നൊരു കാര്യം ഇതാണ്, ഇപ്പം ഞങ്ങൾ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകൂ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഒരു കാലത്ത് മേ ബി സ്ത്രീ ചിന്തിച്ചിട്ടുണ്ടാവാം, പുരുഷനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം എൻ്റെ ജീവിതം കൊണ്ടുപോകാനായിട്ട്, അങ്ങനെ ഒരു ജീവിത ശൈലിയാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ അവള് ചിന്തിച്ചിട്ട് ഇപ്പൊ വീട്ടുകാർ പോലും പറയുന്നതിനാ ഇനി പഠിക്കുകയെന്ന് വേണ്ടെന്നേ, ഇനിയിപ്പോൾ കുറച്ച് വീടൊക്കെ നോക്കാനും അല്ലെങ്കിൽ ചോറും കറിയൊക്കെ വെക്കാനൊക്കെ നീ അങ്ങ് പഠിച്ചാൽ മതി, വേറൊരുത്തും നിന്നെ നോക്കിക്കോളും. പുരുഷനോട് പറയും, നീ ജോലി ചെയ്യേണ്ടവനാണ്, നിനക്കൊരു ജോലി കിട്ടി, നിനക്ക് ഫിനാൻഷ്യലി നീ സ്റ്റേബിൾ ആവേണ്ടതാണ്, ഒരു ഭാര്യയെ നോക്കേണ്ടതാണ്. അപ്പം ആ ഒരു രീതിയിൽ നിന്നൊക്കെ, കാഴ്ചപ്പാടിൽ നിന്ന് ഇന്ന് പുതിയ തലമുറ മാറിയിരിക്കുന്നു. അവർ പറയുന്നത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജീവിതത്തെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനുള്ള ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരാളെ വേറൊരിടത്തു നിന്ന് പറിച്ചുകൊണ്ട് പോവുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് എവിടെ ജീവിക്കാനാണോ കുറച്ചുകൂടി സൗകര്യപ്രദം, മേ ബി അവരുടെ ജോലി സംബന്ധിച്ച കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ചില ജീവിത നിലവാരത്തിലേക്ക് വരുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി വിവാഹം നടത്തുന്നു. അവർ രണ്ടുപേരും അവരുടെ സമ്മതപ്രകാരം പുതിയൊരിടത്തേക്ക് ജീവിതം കരുപിടിപ്പിക്കുന്നു. അപ്പം ഞാൻ ഓർക്കുന്നത്, മേ ബി ഇതൊക്കെ ഇങ്ങനെ പാരമ്പര്യങ്ങളിൽ നിന്ന് ഒരു പാരമ്പര്യങ്ങളുടെ ചില മൂല്യച്യുതികളെ, അതിൻ്റെ പരിണിത ഫലത്തെയെല്ലാം കണക്കാക്കിക്കൊണ്ട് ഇന്നത്തെ ഒരു ഗ്ലോബലൈസേഷൻ്റെ പ്രത്യേകതയായിട്ടൊക്കെ നമ്മുടെ മക്കളിൽ ഉരുവാകുന്ന ചില ചിന്താഗതികളാണ്. അപ്പം ഞാൻ പറയുന്ന അങ്ങനെയുള്ള ചില നൂതന ആശയങ്ങൾ ഇന്നത്തെ നമ്മുടെ കുടുംബ പാരമ്പര്യത്തിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ മക്കളെ കൂടുതൽ നമ്മൾ അംഗീകരിക്കുന്നതിൻ്റെ, അവരെ ജീവിക്കാൻ അനുവദിക്കുന്നതിൻ്റെ ഒരു പാർട്ട് കൂടിയാണ്. പിന്നെ ഇപ്പൊ തോന്നിയിട്ടുള്ളൊരു കാര്യം, യുവതലമുറയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടൊരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സിസ്റ്ററോട് ചോദിക്കുന്നത്. അതായത് വിവാഹത്തലേന്ന് വരൻ ആത്മഹത്യ ചെയ്തത്. ഇത് അതായത് ഇന്നത്തെ കുട്ടികൾ കുറച്ചുകൂടെ എന്താ പറയുക, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുന്നുണ്ട്. അവർ കുറച്ചും കൂടി ബാക്കിയല്ല, ഒരുമിച്ച് ജീവിക്കൽ അല്ലെങ്കിൽ ഒരുമിച്ച് പോകുമ്പോൾ രണ്ടുപേരും പരസ്പരം സമ്പാദിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയുള്ള കുട്ടികളാണെങ്കിലും ഇവർ ഇമോഷണലി അത്രത്തോളം സ്ട്രോങ് അല്ലേ എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ പറയുന്നുണ്ട് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയും, അല്ലെങ്കിൽ അവരുടെ ഒരു ഓപ്ഷണൽ ചോയ്സാണ് വിവാഹം എന്നൊക്കെ പറഞ്ഞാലും ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ കമ്പൾഷൻ വരുന്നത്, അല്ലെങ്കിൽ ഒരാളെ ഇന്നയാൾ കല്യാണം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നൊക്കെയുള്ള രീതിയിലേക്ക് സമ്മർദ്ദത്തിലാക്കി വിവാഹത്തിലേക്കൊക്കെ വരുന്നത്. അപ്പം അടുത്തിടയ്ക്ക് ഞാൻ കണ്ട ഒരു കേസിൽ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യം ഇതാണ്, സിസ്റ്റർ, വീട്ടുകാർ നോക്കുമ്പോൾ എനിക്ക് അത്ര വിദ്യാഭ്യാസമില്ല, എനിക്ക് എൻ്റെ സാമ്പത്തിക സ്ഥിതി അത്ര സുരക്ഷിതമല്ല, ആദ്യകാലങ്ങളിലൊക്കെ ഒത്തിരി സ്വത്തുക്കളും ഭൂസ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് അതിൽ നിന്നൊക്കെയുള്ളൊരു വരുമാന മാർഗങ്ങളൊക്കെ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ നോക്കിയപ്പോഴത്തേക്കും വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിനക്കും വിദേശത്തേക്ക് പോകാം, നിനക്കും ജീവിച്ചു പോകാം എന്നുള്ള രീതിയിൽ ഒരു സമ്മർദ്ദത്തിൻ്റെ ബേസിലാണ് ഞാൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച അന്നു മുതൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചൊരു കാര്യം, അവളുടെ ഒരു ഈഗോ എന്നിൽ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഒരു ഡിപ്പെൻഡൻറ്റ് വിസയിൽ പുറത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ജീവിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ആ ഒരു മേൽക്കോയ്മ അവൾ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് തോന്നിയത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ വിവാഹത്തോട്, ആ ഒരു വിവാഹ ബന്ധത്തോട് താല്പര്യമില്ലായിരുന്നു. ഇനി ഈ വിവാഹത്തിൽ തുടരാൻ പറ്റാത്തൊരവസ്ഥ, പക്ഷെ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. ഇപ്പം എൻ്റെ മുന്നിൽ കാണുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ആത്മഹത്യ. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളില്ല. അപ്പോൾ ഈ വൈഫ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എനിക്ക് കുറച്ചുകൂടിയൊക്കെ സാമ്പത്തികമായിട്ട് സുരക്ഷിതമാകണം, എനിക്ക് കുറച്ചുകൂടിയൊക്കെ ഫ്രീഡത്തോടു കൂടി പോകാനായിട്ടുണ്ട്. എൻ്റെ വീട്ടുകാരും പറഞ്ഞതുകൊണ്ട് ഞാനൊരു കല്യാണം കഴിച്ചു, തന്നെ ഇവിടെ കൊണ്ടുവന്ന് താൻ നല്ലൊരു ജീവിതത്തിൽ നിലവാരത്തിലേക്ക് ഇപ്പോൾ വരുന്നില്ല, ഇനി ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു വ്യക്തിയായിട്ട് വിവാഹ ജീവിതത്തിൽ കഴിയേണ്ടതായിട്ട് വരുന്നു. മേ ബി ചിലപ്പോൾ ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ വിവാഹത്തിന് മുൻപേ തന്നെ അയാൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വേറൊരു
ബന്ധത്തിൽ അയാൾ കോൺട്രാക്ട് വെച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ നിന്നുള്ളൊരു കമ്പൽഷൻ അല്ലെങ്കിൽ ഒരു പ്രഷർ ഇയാളെ അതിലേക്ക് പോകാനായിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുണ്ടാവാം. പിന്നെ ചിലര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വിവാഹത്തിന് മുൻപ് തന്നെ ഇവർക്ക് ശാരീരികമായിട്ടുള്ള ഇൻകേപ്പബിലിറ്റീസ് ഉള്ളതായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഒരു സെക്ഷൽ ഇമ്പോർട്ടൻസി കാര്യങ്ങൾ, ലൈംഗിക ശേഷി കുറവ് കാര്യങ്ങൾ ഉള്ളതായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ആരോട് തുറന്ന് പറയണമെന്നോ എങ്ങനെ അത് അവതരിപ്പിക്കണമെന്നോ അറിയാൻ പാടില്ലാതെ വരുന്നു. വിവാഹം പിന്നീടേ നടക്കുകയുള്ളൂ, അന്ന് ശരിയാകും എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ വിവാഹത്തിൻ്റെ ആ അടുത്ത ദിവസങ്ങളിലായിരിക്കാം മേ ബി ചിലപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇയാൾക്കപ്പം മനസ്സിലാകുന്നു മറ്റയാൾ ഇതെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ വിവാഹത്തിന് ശേഷം ഇത് അറിയും, പ്രശ്നമാകും, ഇത് മറ്റുള്ളവരുടെ മുൻപിൽ എനിക്കൊരു നാണക്കേട് ഉണ്ടാക്കും എന്നുള്ള രീതിയിലൊക്കെ ഈ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സിസ്റ്റർ, ഈ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിശ്വാസക്കുറവ്, സംശയം, ഇതൊക്കെ ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് തോന്നാറുണ്ട്. ഇതൊരു രോഗമാണോ? ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കാം? തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് പോലെയുള്ള അല്ലെങ്കിൽ പ്രീമാരിറ്റൽ കോഴ്സ് പോലെയുള്ളിടത്ത് നമ്മളിത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, വ്യക്തിത്വ വൈകല്യങ്ങൾ അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളെല്ലാം വിവാഹ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു പാരനോയ്ഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എല്ലാ കാര്യത്തിലും ഒരു സംശയമുണ്ട്. കാരണം അയാളുടെ ഒരു വ്യക്തിത്വ വൈകല്യമാണ്, അത് അയാളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ഭാവം കൂടിയാണ്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ അല്ലെങ്കിൽ നീ വേറെ ആരെയും നോക്കരുത്, നീ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പാർട്ട്ണർക്ക് തോന്നും ഞാനായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു ഇത് ചെയ്ത് എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമോശം കാണിച്ചത്. മേ ബി ചിലപ്പോൾ കല്യാണത്തിന് മുമ്പ് എല്ലാവരോടും ഹായ് ബായ് ഒക്കെ പറഞ്ഞു നടന്ന, അല്ലെങ്കിൽ എല്ലാവരുടെയും അടുക്കൽ വളരെ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ആളായിരിക്കാം. അപ്പോൾ മേ ബി ചിലപ്പോൾ അത് തെറ്റായിരിക്കാം എന്നുള്ളതാണ് അയാളുടെ ആദ്യത്തെ ആ ഒരു മനോഭാവത്തിലേക്ക് വരുന്നത്. പിന്നീടും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പാർട്ട്ണർ ചിന്തിക്കുന്നത് ഓക്കെ എന്നിലുള്ള ഒരു കുറവ് എൻ്റെ ചേട്ടൻ കണ്ടിട്ടും എനിക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലല്ലോ, അല്ലെങ്കിൽ തിരിച്ച് പറയാനോ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് വ്യാഖ്യാനിക്കാനോ പറ്റാത്തൊരവസ്ഥ. ഇതോടൊപ്പം തന്നെ ഈ സംശയപ്രകൃതമുള്ള ഒരാള് ഒരു തേർഡ് പാർട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നതും ഇന്ന കാര്യങ്ങളാണ്, അവളോട് ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല, അയാള് നോക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പലപ്പോഴും ഈ പാരനോയ്ഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു ഹസ്ബൻഡോ വൈഫോ കൂടെ ഉണ്ടെങ്കിൽ വിവാഹ ജീവിതത്തിന്റെ ആദ്യ കാലം മുതൽ തന്നെ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലമായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അത് തിരിച്ചറിയുക എന്നുള്ളത് ഇന്ന് ഈ വിവാഹാർത്ഥികളുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ തന്നെ ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറയും, ഇൻഫിഡലിറ്റി ഡെലൂഷൻസ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് അത് പാർട്ട്ണറോട് മാത്രമേ ഉണ്ടാവുള്ളൂ. പാർട്ട്ണർ ഇപ്പോൾ ഞാൻ കണ്ട ചില കേസുകളിൽ ഞാൻ ഓർക്കുന്നൊരു വിഷയമാണ്. അതായത് ഇൻഫിഡലിറ്റി ഡെലൂഷനൊക്കെ ഉള്ള ഈ ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ബാക്കി കാര്യങ്ങളിലൊന്നും ഇയാൾക്ക് പ്രശ്നമില്ല. അത് കൂടെ ജീവിക്കുന്നവർക്ക് മാത്രമേ തോന്നുള്ളൂ ഇയാൾ ഇങ്ങനെ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇപ്പോൾ ഒരു കേസിൽ കണ്ടൊരു കാര്യം, വിവാഹത്തിന് ശേഷം അന്ന് തന്നെ ഈ ഹസ്ബൻഡ് വൈഫിനോട് പറയുവാണ് നിന്റെ ശരീരത്തിൽ ആരൊക്കെയോ സ്പർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തമ്മിലൊരു സെക്ഷൽ ഇൻറ്റിമസി നടന്നു കഴിഞ്ഞാൽ ആ സെക്ഷൽ ഇൻറ്റിമസി ഒരു ഫസ്റ്റ് ടൈം സെക്ഷൽ ഇൻറ്റിമസി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നത്, അല്ലെങ്കിൽ അവൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി. അതിനുശേഷം ഇവളോട് പറഞ്ഞു ചിലപ്പോൾ നീ അത് ആഗ്രഹിച്ച് ചെയ്തതല്ലായിരിക്കാം, വേറൊരാള് നീ ചിലപ്പോൾ ഉറങ്ങിക്കിടന്നപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ സമ്മതമില്ലാതെ ആയിരിക്കാം, പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ നീ ഇനി പ്രൂവ് ചെയ്യണം ഇതിനു മുൻപ് നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. കല്യാണം കഴിച്ച് ഫസ്റ്റ് ഡേ ഓർ സെക്കൻഡ് ഡേ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന മാനസിക ആഘാതം എന്താണ് തുറന്നു പറയാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച്
ഒരു ഒരു വിവാഹത്തിന്റെ ഒരു പവിത്രതയെ, പ്രത്യേകിച്ചൊരു ലൈംഗിക പവിത്രതയെ സംശയിക്കുമ്പോൾ പെട്ടെന്ന് ചെന്നൊരു മൂന്നാമതൊരാളോട് പറയാൻ ഒരാൾക്ക് പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഈ വ്യക്തിത്വ വൈകല്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാനസിക ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവർക്കുണ്ടാവുന്ന സംശയകരമായിട്ടുള്ള വസ്തുതകൾ ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് പൂർണ്ണമായൊരു ബോധ്യം പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് അതുപോലെ തോന്നുന്നത്. ഈ സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം അത് ജീവിതത്തെ അല്ലെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ അതോ കെട്ടുറപ്പ് തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരാളുടെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഫ്രീഡം തന്നെയാണ്. അത് വിവാഹ ജീവിതത്തിലായാലും ഏത് ജീവിതത്തിലായാലും നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട പണം കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു പണം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യത്തെ വേറൊരാള് ആ സ്വാതന്ത്ര്യത്തെ ഇല്ലാണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. കൃത്യമായിട്ട് പണം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പണം കിട്ടി, അത് നമ്മുടെ പണമാണ്, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയാണ്, ഇത് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കാം എന്നൊരു രീതിയിൽ ഞാൻ പറയുന്നൊരു നല്ലൊരു രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരണം. അല്ലെങ്കിൽ ചിലരൊക്കെ ഉണ്ട്, ഇപ്പൊ ഭർത്താവിൻ്റെ പൈസയ്ക്ക് അല്ലെങ്കിൽ പണത്തിന് മുഴുവനും ഞാനാണ് അധികാരി, അതുകൊണ്ട് ഭർത്താവ് അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല, എന്തുപയോഗിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, അയാൾ ഇങ്ങനെ പണം കായ്ക്കുന്ന മരമായിട്ട് എൻ്റെ വീട്ടിൽ നിന്നാൽ മതി. ചില കേസസ് ഒക്കെ അതുപോലെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തന്നെ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയും. അപ്പൊ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഇങ്ങനെ ഇട്ടെറിഞ്ഞ് ദൂർത്തടിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ളൊരു സ്വാതന്ത്ര്യം പരസ്പരം അനുവദിക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ മിസ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം അവര് അറിഞ്ഞിരിക്കുക. അതാണ് ഉത്തമമായ ഒരു മാർഗം. അതായത് കുടുംബജീവിതത്തില് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, കുടുംബജീവിതത്തിൽ തുറന്ന ചർച്ചകൾ എപ്പോഴും അത്യാവശ്യമാണ്. ഒരുമിച്ചിരുന്നുള്ള ഒരു ദിവസത്തെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സമയം കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ പറയുന്നത് ജീവിത പങ്കാളി എന്നാണ്, അല്ലെ? പങ്കിടുന്നവരാണ്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ സന്തോഷത്തിന് നിദാനം കൂടിയാണ് ആ ജീവിത പങ്കാളി. അപ്പോൾ അയാളുടെ ശാരീരികമായ, മാനസികമായിട്ടുള്ള, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള, സാമൂഹ്യമായിട്ടുള്ള, ബൗദ്ധികമായിട്ടുള്ള, അതിനേക്കാൾ ഉപരിയായിട്ട് അയാളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വെൽബീയിങ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കുക. പരസ്പര പൂരകങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ബഹുമാനിക്കാനായിട്ട് നമുക്ക് തോന്നും. ആ ഒരു ബഹുമാനമാണ് ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ വിവാഹ ജീവിത സംതൃപ്തി എന്ന് പറയുന്നത്. അപ്പം ഇവിടെയൊക്കെ ഞാൻ പറയുന്നത് ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റ് കൂടി ഇതിൻ്റെ അകത്ത് കടക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ആത്മീയ പരിവേഷം എന്ന് നാം പറയുമ്പോൾ ഒരാളെ അയാളൊരു വ്യക്തിയാണെന്നും അയാൾ ഒരു കുടുംബത്തിൽ ജനിച്ചതാണെന്നും അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു കൾച്ചറൽ ഫോർമേഷൻ ഉണ്ടെന്നും ഒരു ഫെയ്ത്ത് ഫോർമേഷൻ ഉണ്ടെന്നും ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു 100% പരിപൂർണനായിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഒരിടത്തും കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കുറേയൊക്കെ കുറവുകൾ വരുന്നു, അല്ലെങ്കിൽ കഴിവുകേടുകൾ വരുന്നു. അതിനെ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്, അല്ലെ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൊരു തുറവി ഉണ്ടാവുക. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പം ഒരുമിച്ചുള്ള ആ സമയം ചിലവഴിക്കുമ്പോൾ അവിടെ കാര്യങ്ങൾ തുറന്നു പറയുന്നതിനോടൊപ്പം തന്നെ അത് ഇവരെ യോജിപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അദൃശ്യക്കാരം, അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അയ്യോ എങ്ങനെ ഇവരെ കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്, ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിന് ഒരുമിച്ചിരുന്നത് പ്രാർത്ഥിക്കാനും ചില കാര്യങ്ങളെ വിശ്വസ്തയോടുകൂടി പങ്കിട്ട് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുവാനൊക്കെ വരുമ്പോൾ ഈ വിവാഹ ജീവിതം വളരെ മനോഹരമാകും. കാരണം സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ഉള്ള മനുഷ്യൻ്റെ ഒരു അഭിവാഞ്ചയെ പൂർത്തീകരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് തന്നെ നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. അതിനാൽ വിവാഹ ജീവിതത്തിലായിരിക്കുന്നവർക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. അതോടൊപ്പം സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു കുടുംബ ജീവിതത്തിന് നിങ്ങളാണ് നെടും തൂണുകൾ എന്ന് തിരിച്ചറിയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നന്ദി സിസ്റ്റർ. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.